നടുമുറ്റത്ത് മൂത്രമൊഴിക്കണമെന്ന വാശിയിൽ പല്ല് തേക്കാതെ നിൽക്കുന്ന ചേച്ചിയുടെ കുരിപ്പിനെ ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഒന്ന് നടുമുറ്റത്ത് മൂത്രമൊഴിക്കണോ? കൊച്ചിന് നടുമുറ്റത്ത് മൂത്രമൊഴിച്ചണോ? നമുക്ക് റോട്ടിൽ ഒഴിച്ചാലോ മൂത്രം? ഇതാവുമ്പോ നാട്ടുകാരുടെ മൂത്രമാവുമ്പോ കം ലെറ്റ്സ് ഗോ, റോട്ടിലൊഴിക്കാം. ആഫ്റ്റർ ഇയേഴ്സ്, വർഷങ്ങൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ, എനിക്ക് തോന്നുന്നു ഒരു അവതാരകനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അത് ആക്റ്റീവ് അല്ലാത്തതിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ്. നമ്മളുടെ കാര്യങ്ങൾ പലപ്പോഴും ഡിസൈഡ് ചെയ്തിരുന്നത് നമ്മളായിരുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ടതിനെക്കാട്ടിയും തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിന്ന് അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ ഇന്ന് ഒരു വയറിന് തീരെ സുഖമില്ലാത്തതുകൊണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്, എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സെഡേഷനൊക്കെ കഴിഞ്ഞത് കൊണ്ടും ആണ് ഞാൻ അത്രയും ടയേർഡായിട്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഈ വായ കൂടെ ഇങ്ങനെ കുത്തി കയറ്റും. അപ്പോൾ എൻ്റെ വോക്കൽ, എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല, അപ്പോൾ ശരിക്കും ആണുങ്ങളുടെ സൗണ്ട് പോലെ ഇരിക്കുന്നുണ്ട്. വാട്ടെവർ. എനിക്ക് യൂട്യൂബിൽ നിന്ന്, ഞാനിപ്പോൾ ഫേസ്ബുക്കിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. പണ്ട് അതിന് തൊട്ട് മുന്നേ ഇൻസ്റ്റയിൽ, അതിന് മുന്നേ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വലിയ സംഭവമായില്ലെങ്കിൽ കൂടിയും യൂട്യൂബിൽ നമ്മൾ ഏൺ ചെയ്തിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ ഏൺ ചെയ്യാൻ എനിക്ക് എന്തായാലും അതിന് പറ്റുമെന്ന് എനിക്ക് സത്യം കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ചവറ് പോലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഇപ്പോൾ ഷോർട്സിലോട്ട് മാറി. എന്താണെന്നറിയില്ല, ലോങ് വീഡിയോസ് ഇടുന്നില്ല. എനിക്ക് സത്യമായിട്ടും ഷോർട്സിനെക്കാട്ടിയും ലോങ് വീഡിയോസാണ് താല്പര്യം. അപ്പം എനിക്ക് അന്നറിയാവുന്ന സ്നേഹയായിരുന്നു ഞാൻ അന്ന് 2018 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. സ്നേഹയൊക്കെ ആയിരുന്നു, സ്നേഹ, സോണി, എനിക്ക് അവരെ അറിയുള്ളായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു, അവരോടല്ല, ഒരുത്തി സോണി UK-ലാണ്. സ്നേഹ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ജോലിയൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ സമയമില്ല, വ്യൂസ് ഇല്ല എന്നൊക്കെ പറയണം. രണ്ടിലും കാര്യമുണ്ട്. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒട്ടും വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് വെറുതെ ഇടുന്ന, ഞാൻ വെറുതെ ഒരു ട്രയൽ അടിച്ച് നോക്കി, ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന 43 വ്യൂസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാരും അതിനകത്ത് മെനക്കിടില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഇടുന്നൊരു വീഡിയോ ആണ്. എനിക്കിത് വ്യൂസ് കിട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അതിൻ്റെ വ്യൂസ് ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ കാണാതിരിക്കുക എന്തോ. പക്ഷേ എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നോണം ഞാനൊരു വ്ളോഗ്സ് പോലെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം അത് എനിക്കിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഒക്കെ മുമ്പ് ഇട്ടിരുന്ന വീഡിയോസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അന്നത്തെ എൻ്റെ ആറ്റിറ്റ്യൂഡ്, അന്നത്തെ എൻ്റെ വർത്താനം, അന്നത്തെ ലുക്കല്ല ഇന്ന്. 5 ഇയേഴ്സിന് മുൻപാകെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നമ്മുടെ ഫേസ് ലുക്കൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. അത് കാണാനൊരു രസമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ വോയിസ് ഇഷ്ടമല്ല കേട്ടോ. ഞാനപ്പോൾ മ്യൂട്ട് ഇട്ടിട്ട് കാണും, ഞാൻ കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ ഞാൻ കാണും. അതൊക്കെ ഒരു രസം. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സീ. യാതൊരു ഉദ്ദേശമില്ലാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഇടുന്ന വീഡിയോസാണ്. ആരും കാണണം നിർബന്ധമില്ല. കാരണം ഇത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ വെറുതെ സൂക്ഷിച്ച് വയ്ക്കില്ലേ. എനിക്ക് കാരണം ഒരുപാട് ഇങ്ങനെ പണ്ടത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. കല്യാണം കഴിഞ്ഞു, എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോയിൽ ഞാൻ എൻ്റെ വെഡ്ഡിങ് ഹൈലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി കുറേ കാലമായി കയറിയിട്ട് ഭയങ്കര നൊസ്റ്റാൾജിയ ഒരു സ്കാൻ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ റൂമിൽ ബുക്ക് ചെയ്ത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്.